ഭയം വേട്ടയാടുന്നുവെങ്കിൽ ആ പിശാച് ബന്ധിക്കപ്പെടേണ്ട പിശാച. കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ ഭയത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം, ദുർബീനമാക്കണം. അപ്പൊ ഈ ഭയത്തിന്റെ ആത്മാവ് കുട്ടികളിലും മുതിർന്നവരിലും മധ്യവയസ്കരിലും എല്ലാവരിലും ഈ ഭയത്തിന്റെ ആത്മാവുണ്ട്. ഈ ഭയത്തിന്റെ ആത്മാവിന് നമ്മളിൽ കടന്നു വരുവാനും നമ്മിലത് സ്ഥിരവാസമാക്കുവാനും നമ്മൾ അനുവദിക്കരുത്. ഭയത്തിന്റെ ദുരാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. നമ്മുടെ ജീവിതത്തില് ആരോപണങ്ങള് അല്ലെ ദുരാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. നാനാഭാഗത്തുനിന്ന് ശത്രുക്കൾ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചറിയുക, യേശു നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഒരാരോപണങ്ങളും നമ്മളെ തകർക്കത്തില്ല. ഓരോ ആരോപണങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല. നമ്മൾ തിരിച്ചറിയുക, നമുക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ ഒരിക്കൽ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയത്തില്ല. അത് കർത്താവായ യേശു എന്റെ കൂടെയുണ്ട്. എനിക്ക് ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ കൂടെയുണ്ട്. ഭയത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, ആത്മധൈര്യത്തിന്റെ, ധീരതയുടെ ആത്മാവാണ് എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയത്തിൽ ഭയം കടന്നു വരത്തില്ല. ഈ ലോകത്തിൽ ആരൊക്കെ എനിക്കെതിർത്താലും ഞാൻ ഭയപ്പെടത്തില്ല. ആരൊക്കെ എന്നെ തകർക്കാൻ നോക്കിയാലും ഞാൻ ഭയപ്പെടത്തില്ല. ആരൊക്കെ എനിക്കെതിരെ എന്തൊക്കെ ദുരാരോപണത്തിലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്റെ കൂടെയുണ്ട്. സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് സകലത്തിനെ കീഴ്പ്പെടുത്താൻ എനിക്ക് സാധിക്കും. എന്റെ ഹൃദയം ഭയമറിയത്തില്ല. എന്റെ ഉള്ളിലേക്ക് ഭയം കടന്നു വരാൻ ദൈവത്തിന്റെ ആത്മാവ് സമ്മതിക്കുന്നില്ല. ഭയത്തിന്റെ അരുവി എന്നിലേക്ക് വരില്ല. എന്നിലേക്ക് കടക്കുവാൻ എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക്